Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Evaluate integral over c x square minus 3y dx plus 3x dy using Green's theorem. C being the circle x square plus y square is equal to 4. ഇത് മെയ് 2024 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടി ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഗ്രീൻസ് തിയറം ഉപയോഗിച്ചിട്ടാണ് ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഗ്രീൻസ് തിയറം എഴുതണം. By Green's theorem, എന്താണ് ഗ്രീൻസ് തിയറം പറയുന്നത്? ഇന്റഗ്രൽ ഓവർ c f of x y dx plus g of x y dy. ലൈൻ ഇന്റഗ്രലില് ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ dou g by dou x minus dou f by dou y into d of region R. ഇതാണ് ഗ്രീൻസ് എഴുതുന്ന ഫോർമുല. അപ്പൊ ഫോർമുല നമ്മൾ കൃത്യമായിട്ട് എഴുതുക. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഫോർമുല നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ കിട്ടും കേട്ടോ. ഇന്റഗ്രൽ ഓവർ c f of xy dx plus g of xy dy is equal to double integral R dou g by dou x minus dou f by dou y into d. ഇനി നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ലൈൻ ഇന്റഗ്രലിലേക്ക് നോക്കാം. ലൈൻ ഇന്റഗ്രൽ നോക്കിയിട്ട് dx നോട് ചേർന്ന് കിടക്കുന്ന ആളാരാണ്? f. അപ്പൊ ഹിയർ f is equal to x square minus 3y. ഇനി dy യോട് ചേർന്ന് കിടക്കുന്ന ആളാരാണ്? 3x. അപ്പൊ g എന്താണ്? 3x. അപ്പൊ f ഉം കിട്ടി g ഉം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ f എന്ന ഫംഗ്ഷനെ y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ dou f by dou y, f എന്ന ഫംഗ്ഷനെ y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ x എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. x സ്ക്വയർ 0 ആയി പോകും. -3y ന് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -3 into 1. ഇതിന്റെ ആൻസർ എത്രയാണ്? -. ഇനി അതേപോലെ തന്നെ dou g by dou x ആണ്. ഈ g എന്ന ഫംഗ്ഷനെ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്? 3 എന്ന് കിട്ടും. അപ്പൊ dou g by dou x 3 ഉം dou f by dou y -3 കിട്ടും. ഇനി നമ്മുടെ ഫോർമുലയിലേക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dou g by dou x ന് പകരം ഞാൻ 3 കൊടുത്തു. dou f by dou y ക്ക് പകരം -3 കൊടുത്തു. ഒരു മൈനസ് അവിടെ ഉള്ളതാണ്. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? ഡബിൾ ഇന്റഗ്രൽ r 3 - 3 എന്ന് പറയുന്നത് 6d എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ r dl. ഡബിൾ ഇന്റഗ്രൽ r എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ r dl എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കർവ് ഏതാണ്? c being the circle x square plus y square is equal to 4. അപ്പൊ x square plus y square is equal to 4 ആണെങ്കിൽ നമുക്ക് 6 into area of a circle. സർക്കിളിന്റെ ഏരിയ കാണാൻ നമുക്കറിയാം. എന്താണ് സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല? പൈ r സ്ക്വയർ. ഇവിടെ r എന്താണ്? നമ്മുടെ സർക്കിളിനെ സംബന്ധിച്ച്, നമ്മുടെ കർവിനെ സംബന്ധിച്ച് r എന്ന് പറയുന്നത് 2 ആണ്. കാരണം x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. 4 എന്നുള്ളത് 2 സ്ക്വയർ ആണ്. അപ്പൊ റേഡിയസ് 2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 6 into പൈ ഇൻറ്റു r എന്ന് പറഞ്ഞാൽ 2 കൊടുക്കുമ്പോൾ 2 ന്റെ സ്ക്വയർ 4 വരും. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്ന എത്രയാണ്? 24 പൈ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 24 പൈ എന്നാണ് നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കിട്ടുക. അപ്പൊ നമ്മളിത് എങ്ങനെയാണ് ചെയ്തത്? ഗ്രീൻസ് തിയറം ഉപയോഗിച്ചിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഗ്രീൻസ് തിയറം അറിഞ്ഞിരിക്കണം. എന്താണ് ഗ്രീൻസ് തിയറം? ഇന്റഗ്രൽ ഓവർ c f of xy dx plus g of xy dy is equal to double integral r. കണ്ട ആ ലൈൻ ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഗ്രീൻസ് തിയറം പറയുന്നത്. ഡബിൾ ഇന്റഗ്രൽ r dou g by dou x minus dou f by dou y into d. തന്നിരിക്കുന്ന ലൈൻ ഇന്റഗ്രലിൽ നിന്ന് dx നോട് ചേർന്ന് കിടക്കുന്ന ആളെ നമ്മൾ f ആയിട്ടും dy യോട് ചേർന്ന് കിടക്കുന്ന ആളെ നമ്മൾ g ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ നമുക്ക് f എത്ര കിട്ടി? x square minus 3y. g നമുക്ക് എത്ര കിട്ടി? 3x. അങ്ങനെ f ഉം g യും കിട്ടിക്കഴിഞ്ഞാൽ f നെ നമ്മൾ എന്ത് ചെയ്യണം?
പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. വൈ വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തു. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? -3. എക്സ് കോൺസ്റ്റന്റ് ആണ്, 0 ആയി പോകും. -3y -3 കിട്ടും. അതുപോലെ തന്നെ ഡോ ജി ബൈ ഡോ എക്സ് കാണാം. ഡോ ജി ബൈ ഡോ എക്സ് കാണുമ്പോൾ എന്താ കിട്ടുന്നത്? 3 കിട്ടും. അപ്പൊ ഡോ ജി ബൈ ഡോ എക്സും കിട്ടി, ഡോ എഫ് ബൈ ഡോ വൈയും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോർമുലയിലേക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡോ ജി ബൈ ഡോ എക്സിന് പകരം 3 കൊടുത്തു, ഡോ എഫ് ബൈ ഡോ വൈക്ക് പകരം -3 കൊടുത്തു. അപ്പൊ 3 -3 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. ആ 6 നമ്മൾ പുറത്തോട്ട് എഴുതി കഴിയുമ്പോൾ 6 ഡബിൾ ഇന്റഗ്രൽ ആർ ഡി എ. ഇനി നമുക്ക് തന്നിരിക്കുന്ന കർവ് ഏതാണ്? സർക്കിൾ ആണ്. c² x² + y² 4. അപ്പൊ ഇവിടെ ഡബിൾ ഇന്റഗ്രൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് എ, ഇവിടെ തന്നിരിക്കുന്ന കർവ് സർക്കിൾ ആയതുകൊണ്ട് ഏരിയ ഓഫ് എ സർക്കിൾ. സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല πr² ആണ്. r എന്നുള്ളത് എന്താണ്? ഇവിടെ 2 ആണ്. π × 4 അതിന് നമ്മൾ 6 കൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 24π എന്നുള്ള ആൻസർ ആണ് കിട്ടുക. ഇത് എന്ത് ചോദിച്ച ചോദ്യമാണ്? ഈ മെയ് 2024 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ ട്ടോ.